ഇതിന്റെ പരിഹാരം ഉണ്ടാകുമോ എന്റെ കൗൺസിലർ സാറേ? ഈ റോഡ് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ റോഡിനെ പറ്റി പലകുറി പറഞ്ഞതാണ്. ഇത് നന്നാകുന്നത് വരെ പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. ഒരു ജനപ്രതിനിധിയും കോൺട്രാക്ടറും ചേർന്ന് നരകമാക്കിയ കൈതവന വാർഡിലെ ചർച്ച് ലൈൻ പക്കി കബഡിക്കോട്ട് റോഡാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്. എന്നെ ഈ റോഡിന്റെ കിടപ്പുണ്ടല്ലോ 2 കൊല്ലമായി, 2 വർഷത്തോളമായി റോഡ് ഇങ്ങനെ പൊളിച്ചിട്ട് ഇതുവരെ അതിനുള്ളൊരു നീക്കം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീടിന്റെ വഴി, ആ വഴി ഒരു 5-6 പേര് താമസിക്കുക, 5-6 വീട്ടുകാർ താമസിക്കുന്ന വഴിയാണ്. അത് ഇവരുടെ കണ്ണിൽ പോലും ഇതുവരെ പറ്റിട്ടില്ല. അത് വർഷങ്ങൾ കുറേ അങ്ങനെ നടക്കാൻ, വെള്ളം കയറി ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വീട്ടിൽ വരെ വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇതുവരെ ആ വഴിയിൽ സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ഈ റോഡിന്റെ കിടപ്പുണ്ടല്ലോ, നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്, നിരവധി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. വയ്യാത്തവരും ഈയിടെ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചി ഈ റോഡിൽ കാണൽ വീഴുകയുണ്ടായി. ഇതൊന്നും ഇവരുടെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ഒരു 2 മാസത്തിന് മുമ്പേ ഒരു പ്രകസനം കണക്ക് കൊണ്ട് മെറ്റിലടിച്ചിട്ട് പോയിട്ട് പിന്നെ ഈ വഴിക്ക് കോൺട്രാക്ടർ വന്നിട്ടേ ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് അധികൃതർ ഇതിന് കണ്ണ് തുറക്കണം. 2-3 കൊല്ലമായി ഞങ്ങളുടെ ഈ റോഡ് പൊളിച്ചിട്ട് ഞങ്ങൾ ഈ ദുരിതം എത്ര നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറയുന്നതല്ലേ, നമ്മുടെ കൗൺസിലർ ഇങ്ങോട്ട് കാണുന്ന പോലെ എന്തൊക്കെ പ്രകടനം നടന്നു, ഇവിടെ പ്രേക്ഷകൻ നടക്കുന്നു. പുള്ളി ഈ വഴി കൂടെ ഒന്ന് വന്ന് നടക്കുക. അപ്പം നമുക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൗൺസിലറോട് ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ എത്ര നാളായിട്ട് ഈ ദുരിതം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ കൂടി ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രകടനം നടത്തി 100 കൂട്ടം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ദുരിതം മാറുന്നില്ല. ഇതിന്റെ പരിഹാരം ഉണ്ടാകുമോ എന്റെ കൗൺസിലർ സാറേ? സാറൊന്ന് പറ. കൈതവന വാർഡിലെ ചർച്ച് ലൈൻ റോഡ് കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ പൊളിഞ്ഞ് ഈ നാട്ടിലെ ഏതാണ്ട് 100 കണക്കിന് നിവാസികൾ, 100 കണക്കിന് ആയിട്ടുള്ള വീടുകളിലെ ആൾക്കാർ വളരെ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് യാത്രാ സൗകര്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങൾ ഇവിടുത്തെ കൗൺസിലർ സജേഷ് ചാക്കുപറമ്പിനെതിരെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ഈ റോഡ് നിർമ്മിച്ചു നൽകാൻ ഇടപെടാൻ തയ്യാറാകാത്ത ഒരു കൗൺസിലറായി കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള സജേഷ് ചാക്കുപറമ്പൻ മാറിയിരിക്കുകയാണ്. ഈ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറുമായിട്ട് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ പോകുന്ന നിലപാടാണ് സജേഷ് ചാക്കുപറമ്പൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ കോൺട്രാക്ടർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ ഒരു പരാതി കൊടുക്കാനോ ഇതുവരെ തയ്യാറാകാത്ത നിലയിലേക്ക് ഇവിടുത്തെ കൗൺസിലർ മാറിയിരിക്കാൻ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രാ സൗകര്യം വളരെ മോശപ്പെട്ട നിലയിലേക്ക് കഴിഞ്ഞ 2 വർഷമായി മാറിയിരിക്കുകയാണ്. അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് ഇവിടുത്തെ കൗൺസിലർ സജേഷ് ചാക്കുപറമ്പൻ മാറിയിരിക്കുന്നത്. വീണ്ടും ഇത്തരം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള ജാഗ്രത ഇവിടുത്തെ ഏത് വാർഡിലായാലും ആ വാർഡിലെ നിവാസികൾ കരുതണമെന്നാണ് ഈ നിലയിൽ പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകും എന്നാണ് DYFI അടക്കമുള്ള സംഘടനകൾ ഇതിന്റെ ഭാഗമായി പ്രതിഷേധ രംഗത്തിലേക്ക് പോകുമെന്നാണ് പറയാനുള്ളത്. നിലവിൽ ഈ വർക്ക് മുനിസിപ്പാലിറ്റി ഒഴിവാക്കി കൊടുത്തതാണ്. വീണ്ടും കൗൺസിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ആ വർക്ക് കോൺട്രാക്ടർക്ക് വീണ്ടും നിലവിൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇവിടുത്തെ ആൾക്കാർക്ക് പ്രദേശവാസികൾക്ക് ഇത്തരം ദുരിതപൂർവമായ ഒരു നിലയിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. ഈ വഴി കൂടെ നടക്കുന്ന വിഷമിച്ച നടക്കുന്നത് വീണ കാലുകൈ കാണൂല. ഈ ദുരിതയാത്രയ്ക്കൊരു അറുതി ഉണ്ടായേ തീരൂ.